സംസ്ഥാനത്ത് കാലവർഷം ഇന്നെത്തുമെന്നത് സംബന്ധിച്ച മുന്നറിയിപ്പാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്നും കനത്ത മഴ തുടരും. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുജു ടി ബാബുവാണ് ആദ്യം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്നും. സുജു, ശക്തമായ മഴ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ലഭിച്ചിരുന്നു പത്തനംതിട്ട ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ. ഇന്ന് കാലാവസ്ഥ എങ്ങനെയാണ്? മഴ ലഭിക്കുന്നുണ്ടോ? കാവ്യം, നമ്മളിപ്പോൾ പത്തനംതിട്ട തിരുവല്ല കാമ്പാവത്ത് അമ്പിളി ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ മഴ പെയ്യുന്നുണ്ട്. എന്നാൽ ശക്തമായ മഴ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ഒരു സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഇന്ന് യെല്ലോ ഓറഞ്ചാണ്, അതായത് യെല്ലോ അലേർട്ടാണ്, ക്ഷമിക്കണം. അതിശക്തമായ മഴയ്ക്ക് തന്നെയാണ് സാധ്യത പ്രവചനമുള്ളത്. എന്നിരുന്നാൽ പോലും പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ അതിശക്തമായ ഒരു മഴ ലഭിക്കുന്നില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാവ്യ സൂചിപ്പിച്ചപ്പോൾ ജില്ലയിൽ ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ അപ്പർ കുട്ടനാടൻ മേഖലയാണ് വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നത്. തിരുവല്ല തന്നെ, അതായത് തിരുവല്ല താലൂക്കിൽ പെടുന്ന അപ്പർ കുട്ടനാടൻ മേഖലയായ പെരുന്തുരുത്തി, വേങ്ങൽ, നിരണം തുടങ്ങിയ പല പ്രദേശങ്ങളും റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്, വെള്ളം കയറിയിട്ടുണ്ട്. എന്നാൽ അധികം വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടില്ല. ഏതാനും ചില വീടുകളിൽ വെള്ളം കയറുകയും തിരുവല്ല താലൂക്കിൽ തന്നെ 3 ക്യാമ്പുകളാണ് തുടങ്ങിയിട്ടുള്ളത്. ഒന്ന് കവിയൂരിൽ 2 ക്യാമ്പും മറ്റൊന്ന് തിരുമൂലപുരം SNV സ്കൂളിലുമാണ് ക്യാമ്പ് തുറന്നിട്ടുള്ളത്. ഇവിടങ്ങളിൽ 20 ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്ന. 7 കുടുംബങ്ങളിൽ നിന്നുള്ള 20 ആളുകളാണ്. എന്തായാലും മഴ ശക്തി പ്രാപിക്കുമെന്നാണ് ഇപ്പോഴുള്ള മുന്നറിയിപ്പ്. മാത്രമല്ല, കാലവർഷം കൂടി എത്തുമ്പോൾ അപ്പർ കുട്ടനാടൻ മേഖലയിലെ ജനങ്ങളുടെ ജീവിതം ദുരിതമയമാകാൻ തന്നെയാണ് ഇത്തവണയും സാധ്യത. അതിനുള്ള തരത്തിലാണ് വെള്ളത്തിൻ്റെ ഒരു കിടപ്പ് വശം എന്ന് പറഞ്ഞിരിക്കുന്നു. കിഴക്കൻ വെള്ളത്തിൻ്റെ വരവാണ് ഈ മേഖലയിൽ കൂടുതൽ വെള്ളപ്പൊക്ക ഭീഷണിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. സുജു, കാലാവസ്ഥാ വകുപ്പിന്റെ ഇപ്പോൾ എത്തിയിരിക്കുന്ന അറിയിപ്പ് അനുസരിച്ച് കേരളത്തിൽ കാലവർഷം എത്തി എന്നത് തന്നെയാണ്. ഇന്ന് രാവിലെ മുതൽ അങ്ങനെയെങ്കിൽ വിവിധ മേഖലകളിൽ മഴ ലഭിക്കുന്നത് കാലവർഷത്തിന്റെ ഒരു തുടർച്ചയായി തന്നെ ആയിരിക്കണം. സുജു, നമ്മൾ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം, ഒപ്പം തന്നെ കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനമൊക്കെയും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി വളരെ സജീവമായിരുന്നു. ജില്ലയിലും ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ക്യാമ്പുകളുടെ പ്രവർത്തനം ഇപ്പോൾ ഏത് നിലയ്ക്കാണ് പുരോഗമിക്കുന്നത്? സുജു, കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനം എങ്ങനെ? കാവ്യ, ഇതിനോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലയിൽ എല്ലാ താലൂക്ക് അടിസ്ഥാനത്തിലും കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മഴ മുന്നറിയിപ്പ് വരുമ്പോൾ പത്തനംതിട്ടയിൽ റെഡ് അലേർട്ടാണ് പലപ്പോഴും പ്രഖ്യാപിച്ചിരുന്നത്. അതായത് അതിതീവ്ര മഴ സാധ്യതാ പ്രദേശം തന്നെയായിട്ട് പത്തനംതിട്ടയെ നമുക്ക് കരുതാവുന്നതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുന്ന ലിസ്റ്റിൽ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു പത്തനംതിട്ട തന്നെയാണ്. ജില്ലയിൽ കിഴക്കൻ മേഖലയിൽ മഴ ശക്തമായി പെയ്യുന്നുണ്ടെങ്കിൽ പോലും അവിടെ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായില്ലെന്ന് പറയുന്നത് ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. ജില്ലയിലെ പ്രധാനപ്പെട്ട നദികളാണ് അച്ചൻകോവിലാർ, പമ്പ, മണിമലയാറെല്ലാം തന്നെ. ഈ നദികളിലെല്ലാം ജലനിരപ്പ് ഉയരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ആശ്വാസം പകരുന്ന വാർത്ത, ഒരു സ്ഥലത്തു പോലും ഒരു അപകട നിലയ്ക്ക് മുകളിലേക്ക് അല്ലെങ്കിൽ അപകട നിലയിലേക്ക് ജലനിരപ്പ് ഉയർന്നിട്ടില്ല എന്ന് തന്നെയാണ് പറയേണ്ടതായിട്ടൊരു സാഹചര്യം. ഇത്തരമൊരു മഴ ശക്തമായി ലഭിച്ചിരുന്നെങ്കിൽ പോലും കടുത്ത വേനലായിരുന്നു. അതിനാൽ തന്നെ നദികളുടെ ജലനിരപ്പ് നന്നേ കുറവായിരുന്നു. അതുകൊണ്ടാണ് ഈ ശക്തമായ മഴ ലഭിച്ചിട്ടും ജലനിരപ്പ് ഒരു ക്രമാതീതമായ നിലയിലേക്ക് ഉയരാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്നിരുന്നാൽ പോലും കടുത്ത ജാഗ്രത ജനങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ജില്ലാ ഭരണകൂടം ആവർത്തിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ഈ കഴിഞ്ഞ മഴ തുടങ്ങിയ ശേഷം 3 ആളുകൾ ജില്ലയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയും പിന്നീട് മരിച്ച സാഹചര്യവും ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തേണ്ട ഒരു പ്രത്യേക സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. നമ്മൾ വീണ്ടും ഈ മഴയുടെ ജില്ലയുടെ ഒരു ഭൂമിശാസ്ത്രപരമായി സംസാരിക്കുമ്പോൾ കിഴക്കൻ മേഖലയിൽ മഴ ഇവിടെ വെള്ളം അത് പിന്നീട് ഒരുപക്ഷെ 1 ദിവസമോ 2 ദിവസമൊക്കെ കഴിഞ്ഞായിരിക്കാം ആ വെള്ളം ഒഴുകി അപ്പർ കുട്ടനാടൻ മേഖലയിലേക്കാണ് എത്തുന്നത്. പിന്നീട് അത് കുട്ടനാട്ടിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അപ്പർ കുട്ടനാടൻ മേഖലയിലേക്ക് പെഴുത്ത് വെള്ളം പല പ്രദേശങ്ങളിലും വീടുകളിൽ കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ രാവിലെ നിന്നത് പെരുന്തുരുത്തി ഭാഗത്താണ്. അവിടെയും ചില വീടുകളിൽ വെള്ളം കയറിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഈ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു ഘട്ടം എത്തിയിട്ടില്ല. അത്തരമൊരു ഘട്ടത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിക്കണമെങ്കിൽ അതിനുവേണ്ടി എല്ലാ സജ്ജീകരണവും ജില്ലാ ഭരണകൂടം ഇതിനോടകം തന്നെ തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്.